ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബഡ്ജറ്റ് ഡേ ആയതുകൊണ്ട് ട്രേഡിങ് ഫുൾ ഡേ ഉണ്ടായിട്ടുണ്ട്. STTയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. STT ചാർജ് കൂടിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഇൻകം ടാക്സിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, GSTയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഡ്യൂട്ടി പെയ്ഡ് ടാക്സിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലാഭങ്ങളില്ല. ഇപ്പോൾ ലാഭം ഇപ്പോൾ നോക്കണത് ഈ പറഞ്ഞ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായിരുന്നത്, ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നൊരു ടാക്സാണ് STT. പക്ഷേ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തിരിച്ചു വന്നിട്ടും STT പിന്നെ നിലനിർത്തി. കഴിഞ്ഞ പ്രാവശ്യം കൂട്ടി, ഇപ്രാവശ്യം പിന്നെയും കൂട്ടി, ഇപ്രാവശ്യം 1.5 കോടിയിൽ കൂട്ടി. അപ്പോൾ ഭയങ്കര പ്രീമിയമായി നമ്മുടെ ഈ ട്രേഡിങ് എന്ന് പറഞ്ഞ സംരംഭം. ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രീമിയമായിട്ട് മാറി. സ്റ്റിൽ നിങ്ങൾക്ക് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളൊരു ക്വിക്കായിട്ട് എൻട്രി എടുത്ത് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ കാണും കേട്ടോ. ഇപ്പോൾ എത്ര ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കണം, പ്രോഫിറ്റ് ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ ലെവലിലാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാണ്ട് ട്രേഡ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ക്യാപിറ്റൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരെ ഉദ്ദേശിച്ചായിരിക്കാം. എല്ലാം നല്ല രീതിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മൾ പൊട്ട രീതിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടയായിട്ട് നമുക്ക് തോന്നും. അത്രയുള്ള വ്യത്യാസം. മോശം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടിയത് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര അടിയായിരിക്കും. മനസ്സിലായാലും മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയൊക്കെ വരുന്ന ഫണ്ടുകൾ, അതിനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് STT ബാധിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. പക്ഷെ നിങ്ങളവിടെ നിങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളെടുക്കുന്ന ട്രേഡ് ഷുവർ ഷോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞ ട്രേഡ് ഇല്ല. ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഷുവർ ഷോർട്ട് ട്രേഡുകളൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ ഒരു ആക്യുറസി അതിലുണ്ടെങ്കിൽ നല്ലതാണ്. മീൻസ് ഒരു ആക്യുറസി ഉണ്ട്, നിങ്ങൾക്ക് തരുന്ന ട്രേഡോ നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡോ നിങ്ങൾ എടുക്കുന്ന ട്രേഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ കിട്ടുന്ന ട്രേഡുകൾ അതിൽ നിങ്ങൾക്കൊരു 10-20 പോയിൻ്റ് ഒരു കണ്ടിന്യൂസ്ലി കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. അതിന് ഈ പോണ STT ബ്രോക്കറേജ് പ്ലസ് STT വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ അത് വലിയ സീനായിട്ട് നമുക്ക് വരില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്ലി ബ്രേക്ക് ഇവൻ ആവുന്ന ആൾക്കാരുണ്ട്. ബ്രേക്ക് ഇവനാണ് ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ബ്രേക്ക് ഇവൻ ആയാലും കാര്യമില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഇവൻ ടൈമിൽ അവർക്ക് ഈ പറഞ്ഞ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാക്സ് കാരണം അവർക്ക് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ടാക്സ് കൂടിയിട്ട് ഇനി ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞ പരിപാടി ഇത്തിരി ടാസ്ക്കാണ്. നിങ്ങൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയേ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കുറയും എന്നുള്ള ലെവലിൽ പോകും കാര്യങ്ങൾ. അതാണ് STT കൊണ്ടുള്ളൊരു ഗുണം. മനസ്സിലായില്ലേ? നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ഈ ചാർജസൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ചെയ്താൽ മതി. ട്രേഡിങ് ചെയ്യണ്ട എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. പ്രോപ്പർ നോളജ് വെച്ച് ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഈ ഭയങ്കര പ്രോഫിറ്റ് വരുന്ന ആൾക്കാർക്ക് ചെറിയൊക്കെ ഇടിയോ വന്നു കഴിഞ്ഞാൽ വലിയ സീനൊന്നും വരില്ല. നിങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു നോളജാണ്. നോളജിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പരിപാടികൾ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണത്. ആ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാൽ നോളജ് അവിടെ തന്നെ ഉണ്ട്. അപ്പോഴും നമുക്ക് പിന്നെയും കുറേ ദിവസങ്ങളുണ്ട്, അവിടെ ഇത്തിരി ഷാർപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതേ പ്രോഫിറ്റ് പിന്നെയും കിട്ടും. പ്രോഫിറ്റ് കുറയുക എന്നുള്ള പരിപാടി അല്ല വേറെ പ്രശ്നം വരുന്നത്. കിട്ടണ ഇപ്പോൾ കഷ്ടപ്പെട്ട് എടുക്കണ കാശെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കണ കാശെന്ന് കുറച്ച് എമൗണ്ട് കുറയും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ പറഞ്ഞ പ്രോഫിറ്റ് വലിയ രീതിയിൽ കുറയാൻ പോണില്ല. പക്ഷേ അതിൽ പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രേഡിങ് അറിയാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർ ശരിക്കും ട്രാപ്പാവും, ഈ സ്കാൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനെടുത്തോ, നിങ്ങൾ ഒരു 5 ഗ്രൂപ്പിലുണ്ടെന്ന് വെച്ചാൽ, 5 ട്രേഡിങ് ഗ്രൂപ്പിലുണ്ട്, 5 യൂട്യൂബേഴ്സ് ഗ്രൂപ്പിലുണ്ട്, ലൈവായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ 10 ഗ്രൂപ്പായി. നിങ്ങൾ മിനിമം ചിലപ്പോൾ 5 പേരെ ട്രേഡ് എടുക്കുമായിരിക്കും. അപ്പോൾ 5 ട്രേഡായി നിങ്ങൾക്ക് അന്ന് തന്നെ. ഇതിൽ ചിലപ്പോൾ 4 ലോസ് ആണെങ്കിലും 3 ലോസ് ആണെങ്കിൽ ചിലപ്പോൾ 3 പ്രോഫിറ്റ് ഉണ്ടാവുക. വാട്ടർ ഇറ്റ് ഈസ് എങ്ങനെയൊക്കെ നടക്കുമായിരിക്കും. എന്തായാലും അവിടെ എവിടെ ലോസ് ആയിട്ടാണല്ലോ നിങ്ങൾ എല്ലായിടത്തേക്കും ഓടണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓടേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ എടുത്ത് നമുക്ക് ബ്രോക്കറേജ് കുറേ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പരിപാടി നിർത്തും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിച്ചെടുക്കുക. മെത്തേഡ് എന്ന് ഉദ്ദേശിച്ച് എൻ്റെ മെത്തേഡൊന്നുമല്ല, നിങ്ങൾക്കൊരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തോ. മനസ്സിലായല്ലേ? ഇനിയിപ്പോൾ അതാ വഴിയുള്ളൂ. അത്യാവശ്യം പ്രീമിയം ആയിട്ടുണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പ്രീമിയം ഗ്രൂപ്പിൽ കയറണ പോലെ ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യണം എല്ലാവരും. നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പ്രീമിയത്തിലായി. ഇപ്പോൾ
മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കത് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിനെ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ അടുത്ത് പോയിട്ട് പഠിക്കാൻ ഞാൻ പറയണമെന്നില്ല, നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട വരും. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് എത്തി തുടങ്ങി. ഇനി ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പി ആണ്. ഞാനും എക്സ്പെക്ട് ചെയ്തത് പി തന്നെയാണ്. മാർക്കറ്റ് ഒന്ന് കാര്യമായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിയിൽ 25,000 മുകളിലാണ് നിൽക്കുന്നത്. ഇത് ലെവല് ഒരു മാറ്ററാണോ വെച്ച് കഴിഞ്ഞാൽ ലെവല് മാറ്ററാണ്. പക്ഷെ ഇന്നലത്തെ പറഞ്ഞ ന്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു ഇടിവൊന്നും മാർക്കറ്റ് ഉണ്ടായിട്ടില്ല. മോർണിംഗ് സെക്ഷനിൽ അത്യാവശ്യം അത് അടിയിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ന്യൂസ് അങ്ങനെ തന്നെ പറയണം. അങ്ങനത്തെ ഒരു ന്യൂസ് വന്ന ശേഷം മാർക്കറ്റ് അതിൻ്റെ ഒരു ഇമോഷനിൽ പോയിട്ടുണ്ട്. മോർണിംഗ് സെക്ഷനിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് റിക്കവറിലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള റിക്കവറിയാണ്. അപ്പോൾ മേ ബി ഇവിടെ ഒരു സസ്റ്റെയിൻ ചെയ്ത് കയറാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഈ റിക്കവറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഫോളോ ആവില്ല എന്നുള്ളതൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും ന്യൂസ് നോക്കുമ്പോഴും ലാസ്റ്റ് ടൈമിന് ഇത്രയും ഫണ്ട് വരിക, മാർക്കറ്റിനെ ഉയർത്തി കൊണ്ടുപോവുക. ഇനിയിപ്പോൾ വാട്ടവറിറ്റി സ്റ്റോക്കുകളിലാണെങ്കിലും ക്യാഷ് വരികയാണല്ലോ ചെയ്യണത്. ക്യാഷ് വരികയാണല്ലോ മാർക്കറ്റിൽ, ലിക്വിഡിറ്റി ആണല്ലോ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് സ്റ്റിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ട്രേഡിങ്ങിൽ. അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് ലാസ്റ്റിക്ക് നമുക്ക് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു വരാം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇടിഞ്ഞ് പോകണം എന്ന് തന്നെ നിർബന്ധമില്ല. ഇന്നത്തെ ഒരു ദിവസം മാത്രമായിരുന്നു എൻ്റെ ഒരു കണക്കുള്ളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി റിക്കവറായ സ്ഥിതിക്ക് നാളോട്ട് നോർമലായിട്ടുള്ള പരിപാടികളാണ് നടക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാമെന്നാണ്. ഇങ്ങനത്തെ ഒരു സാധനം വന്നു, ഇനി നമ്മൾ ട്രേഡിങ് ചെയ്യണ്ട, ഇനി ട്രേഡിങ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ട്രേഡിങ് ഇന്ത്യയിൽ നിന്ന് മാറ്റി ഫോറക്സിലേക്ക് ആക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കണ പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. STT വന്നോട്ടെ, എന്തായാലും നമ്മൾ ചാർജസ് കൊടുക്കുന്നുണ്ട്, ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ട്. STT ഓൾറെഡി കൊടുക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു 300 ബ്രോക്കറേജ് കൊടുത്താൽ 350 STT വരുന്നുണ്ട്. അങ്ങനെയാണ് 200 വരണത്. അത് നിങ്ങളുടെ ടോട്ടൽ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിയുണ്ടാവാം. പറയാനൊന്നും പറ്റില്ല. എല്ലാവർക്കും എല്ലാ നോളജൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ ഒരു ഇതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഈ ന്യൂസ് ബേസിലോ അല്ലെങ്കിൽ STT കുറഞ്ഞു എന്നുള്ള ബേസിലോ ഒന്നുമല്ല ട്രേഡ് എടുക്കുക. ഇന്നിത്തിരി കെയർഫുള്ളായിരുന്നു. PE തന്നെയായിരുന്നു നോക്കണമായിരുന്നു. CE ലോട്ട് കുറയ്ക്കാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്തത്. നാളോട്ട് അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നണില്ല കാണുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഈ 2 സ്ട്രൈക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് കേട്ടോ അത്. രണ്ടും ഞാൻ മോർണിംഗ് എടുത്ത് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ്. അറ്റ് ദ മണിക്ക് ഫുള്ള് നല്ല പ്രീമിയം ആയതുകൊണ്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്ത് പോവും. പെട്ടെന്ന് പെട്ടെന്ന് മെൽറ്റിങ് നടക്കും. ചെറിയ രീതിയിലുള്ള കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ. അപ്പോൾ 10 പോയിൻ്റ് നിൽക്കില്ല. ഞാൻ 10 പോയിൻ്റ് ഇടുന്ന ആളാണ്. അപ്പോൾ അത് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. അല്ലാണ്ട് നമുക്ക് ട്രേഡുകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം. രാവിലെ ട്രേഡ് ഒന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം തന്നെ പറയാം കേട്ടോ. 24,950 കോള്. ഇതാണ് നമുക്ക് ഫസ്റ്റ് വന്ന ട്രേഡ്. ഇതിൽ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതിൽ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഗ്രൂപ്പിൽ ആൾക്കാർ അവരോടാണ് പറയണത്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഒക്കെ കിട്ടിയ ട്രേഡാണ്. ഇനിയിപ്പോൾ ലൈവ് സെക്ഷൻ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ലൈവ് സെക്ഷൻ ചെയ്യുന്നത്. പെയ്ഡാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കിട്ടിയ ട്രേഡാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി അടിയിൽ നിന്ന് എടുക്കാൻ പറയാം. ഈ ക്യാൻഡിലാണ് 9/24 ക്യാൻഡിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ആണത്. എൻട്രി പ്രൈസ് 122.45 വെറുതെ ക്യാനിൽ കയറുന്ന വെച്ചാൽ എൻട്രി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളോട് കണ്ട ഒരു വിക്ക് വന്നത് അതിലൊന്നും എൻട്രി എടുക്കാൻ പറ്റില്ല. ഈ ഗ്രീൻ ക്യാനിൽ എൻട്രി എടുക്കാൻ പറ്റില്ല. റെഡ് ക്യാനിൽ കഴിഞ്ഞിട്ടാണ് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെഡ് ക്യാനിൽ കഴിഞ്ഞ ഒറ്റ അടിക്ക് തന്നെ 10 പോയിൻ്റ് ക്യാനിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുകളിൽ നിന്ന് കിട്ടാൻ അടിയിൽ നിന്ന് കിട്ടാൻ വാട്ടബിലിറ്റീസ് അങ്ങനെയൊക്കെ നടക്കും. ഈ ട്രേഡ് ഇത്തിരി അടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ട്രേഡ് ഒരു 20 പോയിൻ്റ് പോയേക്കണത്. അല്ലാത്ത എല്ലാവർക്കും ഇത് SL ആയിരിക്കും. എന്തായാലും 2-3 ക്യാനിലൊക്കെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ SL പോയിണ്ടാവാം. ഇല്ലയെന്ന് ഞാൻ പറയണമെന്നില്ല. പിന്നെ ഇവിടെ കയറിയില്ലേ എടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എടുക്കാൻ പറ്റില്ല. അത് 50-50 ചാൻസ് ഉള്ള പൊസിഷനാണ്. ഞാൻ കൊടുത്തിട്ടില്ല. ഇതൊരു സ്കാൽപ്പിങ് പോലത്തെ പരിപാടിയാണ്. ഇതൊക്കെ അത്യാവശ്യം മൂവ്മെൻറ്റ് നടന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ലൈവിലാണ് കിട്ടുള്ളൂ. ലൈവിൽ ജോയിൻ ചെയ്താലാണ് കിട്ടുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് ഈ ഗ്രൂപ്പിൽ പറയാനൊന്നും പറ്റില്ല. പിന്നെ രണ്ടാമത് എന്ത് ഈ പൊസിഷനിലാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കറക്റ്റായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് മേ ബി ഇത് കിട്ടാം. അത്രേ ഉള്ളൂ. ഇത് 20 പോയിൻ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ടപ്പോൾ എടുത്തത് ഇതാണ്. മനസ്സിലായില്ലേ?
ഞാൻ കണ്ടപ്പോൾ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡ് ഇതാണ്. ഇത് 10 പോയിന്റ് എസ്എൽ ഇടുക. ട്രേഡ് ആക്ടിവേഷൻ ആണത് ഇവിടെയാണ്, ഈ റെഡ് ക്യാനിലാണ് 12.50 ക്യാൻഡിൽ. അതിനുശേഷം അടുത്ത ക്യാൻഡിലിന് അത്യാവശ്യം അടിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ എൻട്രി എടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 84.80 എൻട്രി എടുക്കാം. 84.35 എൻട്രി പ്രൈസ് വരുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല ഈ എൻട്രി. അതാണ് ഒരു 40 പോയിൻ്റാണ് പോയിക്കുന്നത്. 38-40 പോയിൻ്റാണ് ഇത് പോയിക്കണത് കേട്ടോ. പിന്നെയും അഗെയിൻ ഇത് റീ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷെ റീ എൻട്രി ആയിട്ടില്ല, അത് തിരിച്ച് നല്ല രീതിക്ക് കയറിപ്പോയി. അതാണ് ഉണ്ടായത്. പിന്നെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് രാവിലെ കൊടുത്തൊരു എൻട്രിയാണ് 120. അവിടെ നമുക്ക് ഒരു എസ് എൽ അടിച്ചിട്ടുണ്ട്. പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ റെഡ് ക്യാനിൽ വന്ന് പിന്നെ ഒരു അഗ്രസീവ് മോഡിലുള്ള പരിപാടിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ബുള്ളിഷായി. ഇതാണ് ഈ ഒരു സ്ട്രൈക്കിൻ്റെ അവസ്ഥ. നമുക്ക് ആകെ 2 സ്ട്രൈക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, എല്ലാവർക്കും എല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറയണത്. ഇനിയൊരു ട്രേഡ് എന്ന് പറഞ്ഞൊക്കെ ഇവിടെയാണ് 120 ഒരു ട്രേഡ് വന്നു. ഇനി ഉണ്ടായിരുന്ന 24,700 പി ആണ്. ഫസ്റ്റ് വന്ന ട്രേഡ് 74 74 ഇവിടെ നിന്ന് കണ്ടില്ലേ നിങ്ങൾ. ഈ ട്രേഡ് 2 ടൈപ്പിൽ എടുക്കാൻ പറ്റും. ഞാൻ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ മീറ്റിലാണ് ഇത് എടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ നിങ്ങൾ കറക്റ്റ് പൊസിഷൻ നോക്കി ഇടുന്നു കഴിഞ്ഞാൽ കിട്ടില്ല, റെഡ് ക്യാനിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ട്രേഡ് കിട്ടില്ല. പക്ഷേ എൻട്രി 74 റെഡ് ക്യാനിൽ വന്നില്ല. ഇനി അടുത്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള എൻട്രിയാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇത്തിരി മുകളിലാണ് നിൽക്കുന്നത്. ടാസ്ക്കാണ് അപ്പോഴും. പക്ഷേ അതിന് പെട്ടെന്നൊരു ടാസ്ക് രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആവും. അല്ല, അങ്ങനെയാണ് ഈ എൻട്രി വന്നത്. പിന്നെ രണ്ടാമത്തെ എൻട്രി ഇവിടെ വരുന്നത് 120 വരുന്നത്. അതൊരു 19 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ റീ എൻട്രികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ 2 ട്രേഡാണെങ്കിലും വന്നത്. ഒരെണ്ണം കിട്ടിയിട്ടില്ല, ഒരെണ്ണം കിട്ടി, അത്ര ഉള്ളൂ കാര്യം. ഇതിൽ കുറച്ച് എൻട്രികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 1, 2, 3 എൻട്രീസാണ് ഇതിൽ വന്നേക്കണത്. 24,950 ടോട്ടൽ. അപ്പോൾ 5 എൻട്രിയാണ് ടോട്ടൽ വന്നത്. സെൻസസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രീമിയം ഭയങ്കര ഹൈ ആണ്. ഒരു 650 പോയിൻ്റൊക്കെയാണ് അറ്റമണിക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് നടന്നേക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്ലാനിൽ നിൽക്കണ്ടായിരുന്നു. STT കാരണം ഇൻക്രീസ് ആയ കാരണം ഞാൻ PEലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്തത്. മാർക്കറ്റിങ് അങ്ങനെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഈ ന്യൂസ് കാരണം ഇന്നലെ ഹോൾഡ് ചെയ്ത ആൾക്കാർക്കും ഇന്ന് വലിയ പ്രശ്നം ആയി ഉണ്ടാവാം, മനസ്സിലായി. പ്രീമിയം വ്യത്യാസങ്ങൾ എന്തായാലും ഒന്നുണ്ടാവും. മാർക്കറ്റ് രാവിലെ ഒരു സെൻറ്റിമെൻ്റ് ആയിരുന്നു, എന്നിട്ടാണ് PEലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും ഡ്രോപ്പാക്കും. ഇപ്പം ഇന്നലെ ഹോൾഡ് ചെയ്ത് ഇന്നത്തെ ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഹോൾഡ് ചെയ്യാം, എന്നിട്ട് എനിക്ക് ഇന്ന് രാവിലെ പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കുള്ള പണിയാണ് ഫസ്റ്റ് സൈഡിലേക്ക് പോണത്. എന്നിട്ട് അവിടെ നിന്ന് PE കണ്ടിന്യൂ ആയി. അതിനുശേഷം കണ്ടിന്യൂ ആവുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കിട്ടുള്ള പണിയാണ് മറ്റേ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ബൈങ് വന്നേക്കണത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൻ്റെ ഒപ്പം പോവുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, മാർക്കറ്റ് ക്യാൻഡിൽസ് ഫോം ആവട്ടെ. ഫോം ആവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫോം ആവാത്ത മാർക്കറ്റിൽ, ക്യാൻഡിൽസ് ഫോം ആവാത്ത മാർക്കറ്റിൽ നമുക്ക് ഇന്നർ ലെവലിലേക്ക് വരും എന്ന് ഇവിടുന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം നടക്കണമെന്നില്ല, നടക്കായിക്കൊന്നുമില്ല. ഞാൻ പറയാണ്, അത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ ക്യാൻഡിൽസ് ഫോർമേഷനാണ് നോക്കണത്, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് മാത്രം. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഉണ്ടായിരിക്കണത്. നാളെ നിഫ്റ്റി എക്സ്പയറി ഡേ ആണ്. പ്രീമിയം ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാവും. മെൽറ്റിങ് നടന്ന് നമുക്ക് ലോസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെയൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നാളെ ഒരു 30-35 റേഞ്ചിനൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. 30-35-40 റേഞ്ചിനൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അഡ്ഡമണിയുടെ കാര്യമാണ് പറയണത്. അല്ലാണ്ട് ട്രേഡ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ മെൽറ്റിങ് വലുത് വരും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിയിരിക്കാനേ പറ്റുള്ളൂ, മനസ്സിലായാലും. ഗോൾഡിൽ ചെറിയ റിക്കവറൊക്കെയാണ് കാണിക്കണത്. ഗോൾഡ് എന്തായാലും നോക്കി വെക്കാം. ഞാൻ വൈകിട്ട് കമ്മോഡിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ നോക്കിയിട്ടില്ല. രാവിലെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ ഉണ്ട് സൈഡ്. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളുള്ളൂ. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇനി തൊട്ട് പഠിച്ച് ചെയ്യേണ്ട വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ചാറ്റിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റണം. നിങ്ങളൊരു 9-5 ജോലി ചെയ്യണോണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവമില്ല. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിനൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവിൽ ട്രേഡ് എടുക്കാം. മാക്സിമം ലൈവിലെല്ലാം പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ തിയറി. അല്ലാണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും നടക്കാൻ പോകണില്ല. ലൈവിലെടുക്കുക, ലൈവിൽ പഠിക്കുക. എടുത്ത് പഠിക്കാമെന്ന് പറയില്ല. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ വെറുതെ സിസ്റ്റത്തിൽ വെക്കാമല്ലോ, അങ്ങനെ വെച്ചിട്ടും പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരണം. അല്ലാണ്ട് ഇനി ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർക്കോ ഗാംബ്ലിങ് രീതി പോലെ കാണുന്ന ആൾക്കാർക്കോ ഇനിയിപ്പോൾ എനിക്കൊരു ട്രേഡ് എടുത്താൽ മതി, ഒരു ദിവസം ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല,
അങ്ങനെ നിൽക്കുന്ന ടീമുകൾക്കോ ഇതൊന്നും നടക്കില്ല. ഓൾ ടോട്ടൽ നിങ്ങൾ ലോസിലേ ഇരിക്കുള്ളൂ. ഇനി നടക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പോയിന്റ് പിടിക്കാൻ പറ്റണം. 2 പോയിന്റ് 3 പോയിന്റ് 4 പോയിന്റ് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അത് നടക്കണ പരിപാടിയല്ല. നിങ്ങളൊരു 10-20 പോയിന്റ് നിഫ്റ്റിയിൽ പിടിക്കാൻ പറ്റണം ഒരു ട്രേഡിൽ. അത്രയും കപ്പാസിറ്റി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ വരുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കുക. സ്കാൽപ്പേഴ്സിന് പറ്റില്ല. സ്കാൽപ്പേഴ്സ് ഇത്തിരി സീനാവും. കുറേ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളന്ന് ക്യാഷ് പോവും. മനസ്സിലായാലേ? നിങ്ങൾ വിചാരിക്കും പ്രോഫിറ്റിലാണ് അല്ലെങ്കിൽ ചെറിയ ലോസുള്ളതെന്നൊക്കെ. വലിയ ലോസിലേക്കൊക്കെ പോവാത് ക്യാപിറ്റലിൽ നിന്ന് പോവും. മനസ്സിലായില്ലേ? അതാണ് അവിടുത്തെ പ്രശ്നം. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല, പ്രോപ്പർ നോളജിലേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. ഗവൺമെൻറ് പറയണത് അത് തന്നെയാണ്. നിങ്ങൾ പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുത്താൽ മതി. നിങ്ങൾ നല്ല രീതിക്ക് ചിന്തിക്കുക ഈ പരിപാടിയാണ്. ആ ഒരു ഫെസിലിറ്റിയിൽ ചാർജ് കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് എടുക്കണ്ടെന്നുള്ളതല്ല കാര്യം. നിങ്ങൾക്കൊരു നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ആൾക്കാർ മാത്രം നിന്നാൽ മതി. ഇഷ്ടംപോലെ മേഖലകളുണ്ട്. ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ് ട്രേഡിങ്. നമ്മൾ 10 ഇരട്ടി ബുദ്ധി നമുക്ക് വർക്കൗട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങളൊരു നോർമൽ ജോലി, ഇപ്പോൾ നിങ്ങളിപ്പോൾ 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിലൊരു എഫേർട്ട് ഉണ്ടാവും. അതിനേക്കാളൊരു 100 ഇരട്ടി എഫേർട്ട് ഇടണം ഒരു ട്രേഡ് എടുത്ത് സക്സസ് ആയി പ്രോഫിറ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.